ഹായ് ഫ്രണ്ട്സ്, JBR ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബാങ്ക് ലോണിനെ കുറിച്ചാണ്. നിങ്ങൾ ആരെങ്കിലും ബാങ്ക് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഇത് കേൾക്കണം. കാരണം നമ്മൾ ബ്ലേഡ് കമ്പനികൾ ഇവിടെ കൊടൂരമായിട്ടുള്ള ഒരു ബ്ലേഡ് കമ്പനിയാണ് ബാങ്ക് എന്നത് നമ്മൾ ഓർക്കണം. കാരണം ഈ ബ്ലേഡ് കമ്പനികൾ പോലും നമുക്ക് സമയം അനുവദിച്ച് തന്നെന്ന് വരാം, പക്ഷേ ബാങ്കുകാർ ഒരിക്കലും സമയം തരില്ല. അവർക്ക് മാക്സിമം 3 മാസമാണ് അവരുടെ സമയം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അടക്കുന്ന ആ ഗഡുക്കൾ വീഴ്ച വരുത്തിയാൽ അവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ ജപ്തി മാത്രമാണ്. നാണം കെടുത്തും എല്ലാം ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ സപ്പോർട്ടോടുകൂടി അവർ ധൈര്യസമേതം വന്ന് ഒരു വീടിനെ ജപ്തി ചെയ്തുകൊണ്ട് പോകും. പക്ഷെ ബ്ലേഡുകാർക്ക് അതൊരിക്കലും ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, നിങ്ങൾക്ക് തിരിച്ചടക്കാൻ 100% കഴിയുമെങ്കിൽ മാത്രം ലോൺ എടുക്കുക. നമ്മളൊരു വസ്തു വെച്ചിട്ട് അതിൻ്റെ ഈടിന്മേലാണല്ലോ ലോൺ എടുക്കുന്നത്. ഒരു വീട് വെക്കാനായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനായിരിക്കാം, എന്തിനായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു വീട് വെക്കാനാണെങ്കിൽ ആ വീട് അവർ കൊണ്ടുപോകും. ഓർക്കണം, നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ഗഡുക്കൾ EMI, ആ അടവിൽ 1000 രൂപ മാത്രമാണ് നമ്മുടെ മുതലിലേക്ക് പോകുന്നത്. ബാക്കി അങ്ങനെ പലിശയാണ്. ഇവർ ആദ്യം ചെയ്യുന്ന, ബാങ്കുകാർ ആദ്യം ചെയ്യുന്നത്, അവരുടെ 12 ലക്ഷം തന്നിട്ടുണ്ടോ 10 ലക്ഷം തന്നിട്ടുണ്ടോ അതിൻ്റെ പലിശ എത്ര എന്നുള്ളത് ഫസ്റ്റ് അവർ കളക്ട് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരുടെ പലിശയെല്ലാം അടച്ചു കഴിഞ്ഞ് അവർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ അവർ മുതലായിരിക്കാം. ഈ മുതലിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ പിന്നെയും അവർ ആദ്യം മുതൽ ആ പലിശ വാങ്ങിക്കും. അതാണ് അവരുടെ ഐഡിയ. കാരണം അവരുടെ ടാർഗറ്റ് ബാങ്കിൽ പൈസ നിറക്കുക എന്നത് മാത്രമാണ്. ഇവരുടെ ഹയർ ഓഫീസർമാർ ഇവർക്ക് പ്രഷർ കൊടുക്കും. ഒരടവ് തെറ്റിയാൽ നിങ്ങൾ പോകൂ, നിങ്ങളുടെ കഴിവുകേടാണ്, നിങ്ങൾ വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ സ്റ്റാഫുകളെ കംപ്ലീറ്റ് മിരട്ടിക്കളയും. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാവം, അവർ വണ്ടിയും പിടി നേരെ വീട്ടിൽ വന്നിട്ട് നിലവിളിക്കും. കാരണം അവരുടെ പേര് പോയി കഴിഞ്ഞാൽ അവരുടെ പ്രൊമോഷൻ അത് ബാധിക്കും. അപ്പോൾ നിങ്ങൾ വീട് കെട്ടാൻ ലോൺ എടുക്കുകയാണെങ്കിൽ, ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അടക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ എടുക്കരുത്. കാരണം ഓരോ അടവിലും 1000 രൂപ മാത്രമാണ് നിങ്ങളുടെ മുതലിലേക്ക് പോകുന്നത്. പിന്നെ ആ പലിശ അവർ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ അടവ് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അവർ ആദ്യം മുതൽ പലിശ ഇടും.